നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അനിഷ്ടം പ്രകടിപ്പിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. സംഭവത്തിൽ ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ വിവാദത്തിൽ ആദ്യമായി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആസിഫ് അലി. തന്നെ പിന്തുണച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണമായി മാറരുതെന്ന് ആസിഫ് അലി പറഞ്ഞു. രമേശ് നാരായണൻ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമാണെന്ന് തനിക്ക് മനസ്സിലാകുമെന്നും ആസിഫ് അലി മാധ്യമങ്ങളോടായി പറഞ്ഞു. എന്നെ പിന്തുണച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിനായി മാറരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ദയവ് ചെയ്ത് ഇതൊരു ഹേറ്റ് ക്യാമ്പയിനായി മാറ്റരുത്. എനിക്ക് നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഐ ലവ് യു ഗൈസ്. നിങ്ങളിൽ നിന്ന് ഇത്രയും സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ആസിഫ് അലി പറഞ്ഞു. എന്തു മറുപടി പറയണമെന്ന കൺഫ്യൂഷനിലായിരുന്നു. മതപരമായി വരെ ചർച്ചകളെത്തി. ഇത്രയും സീനിയറായ അദ്ദേഹം മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. അതേസമയം എന്നെ പിന്തുണച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നി. എല്ലാവരും പിന്തുണച്ചു. വിദ്വേഷ പ്രചാരണം പാടില്ല. അദ്ദേഹത്തിന്റെ വേദന മനസ്സിലായി. അദ്ദേഹത്തിന് വിഷമമാകാത്ത വിധത്തിലാകണം മറുപടി എന്ന് വിചാരിച്ചു. അതാണ് മറുപടി പറയാൻ വൈകിയത്. ഇന്നലെ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു. ഇന്ന് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നു. മോനെ, പ്ലീസ് കോൾ മീ ബാക്ക്. പിന്നീട് ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളതെന്ന് ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലായി. പലപ്പോഴും ശബ്ദം ഇടറി, ആസിഫ് അലി പറയുന്നു. നമുക്കെതിരെ നിൽക്കുന്ന ആളിന്റെ മനസ്സറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ എനിക്ക് ഒരു രീതിയിലുമുള്ള വിഷമവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മനുഷ്യ സഹജമായി സംഭവിച്ചതാകാം. ഒരു ലൈവ് ഇവന്റിൽ സംഭവിക്കാവുന്ന തെറ്റുകളെ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിന് ഇതോടെ അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ആസിഫ് അലി കൂട്ടിച്ചേർത്തു. പുതിയ ചിത്രമായ ലെവൽ ക്രോസിന്റെ പ്രചരണാർത്ഥം എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തിയതാണ് ആസിഫ് അലി. നടി അമല പോളും സംവിധായകൻ അർഫാസും ഒപ്പമുണ്ടായിരുന്നു. MT വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടയിലായിരുന്നു സംഭവം. പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെയായിരുന്നു ക്ഷണിച്ചത്. എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജന് കൈമാറി. തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.